നോക്കാം എൻ്റെ ബാഗിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഹോസ്പിറ്റലിൽ ഇടാം. അപ്പോൾ നെല്ലിച്ചോടി വന്നത് ടോയ്ലറ്ററി. ഞാൻ പല്ലെപ്പോഴും കൊടുക്കും. ഞാൻ പല്ലെടുക്കാതെ മുണ്ടലേ ഇല്ല. അതപ്പം നന്നായിട്ട് അറിയാം. ഞാൻ ട്രിപ്പ് പോകുന്നു. ഡീറ്റെയിൽ ഇട്ടിട്ട് സമാധാനത്തിൽ അവിടെ ഇരുന്നോ. ഇതെല്ലാം ഉണ്ട്. സംസം കണ്ണി കുറച്ച് വെച്ച് ഹോസ്പിറ്റലിൽ അപ്പൊ ഗവൺമെന്റ് എന്തോ കമ്പനിക്ക് പോയെന്ന് തോന്നുന്നു. പണിക്ക് പോയത് ഇതെന്നെ ടാബ്ലറ്റ് കുടിച്ചിട്ട് ശരിയാ? തല ശരിയാ? അപ്പോൾ ഇത് ഹോസ്പിറ്റൽ ബാഗിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒതുക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റായിട്ട് ഹോസ്പിറ്റൽ ബാഗിൽ ഫസ്റ്റായിട്ട് വെക്കുന്നത് ബേബീൻ്റെ കുറച്ച് ഐറ്റംസ് എല്ലാം. അപ്പോൾ എന്തെല്ലാം ഒന്നായിട്ട് പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്, എല്ലാം സെപ്പറേറ്റായിട്ട്. എനിക്ക് യൂസ് വന്നത് കുറച്ച് ഐറ്റംസ് യൂസ് വരാത്തതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോകുന്ന ഓരോരോ ഹോസ്പിറ്റൽ അനുസരിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെല്ലാം വേണ്ടി എന്തെല്ലാം വേണ്ടാത്തന്നിട്ട് അറിയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അങ്ക് ഞാൻ എക്സ്ട്രാ 2 വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഡെലിവറി ആയപ്പോൾ തന്നെ അവിടെ യൂസ് ആവുന്നില്ല. പക്ഷെ ഞങ്ങളോട് അങ്ങനത്തെ ഒരു തുണിയെ കുറിച്ചിട്ടെന്തോ ആരും പറഞ്ഞിട്ടും ഇല്ല. എന്നെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അതെല്ലാം കൊണ്ടുപോയിന്. പക്ഷെ അവിടെ ഒരു യൂസും വന്നിട്ട് ആ ഒരു തുണീനെ പറ്റിയിട്ട് ആരും കേട്ടിട്ടും ഇല്ല. എല്ലാം അവരുടെ ക്ലോത്ത് വെച്ചിട്ടാണ് അവർ നമ്മളെ വൈപ്പാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ അതെല്ലാം ഹോസ്പിറ്റൽ ബാഗ് ഡിപ്പെൻഡ്സ് ആയിട്ടുണ്ടാവും. മെയിനായിട്ട് എടുക്കേണ്ടത് കുറച്ച് ക്ലോത്ത്സാണ് മെയിനായിട്ട് എടുക്കേണ്ടത്. പിന്നെ നമ്മളുടെ ഡ്രൈ ഷീറ്റും. പിന്നെ ബേബീൻ്റെ ഡ്രസ്സ് ഹോസ്പിറ്റൽ അങ്ങനെ യൂസ് ആവാലില്ല. അപ്പോൾ ഞാൻ ഒരു 2 സെറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിൽ ഒരു സെറ്റേ യൂസ് ആയിട്ടുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രസ്സ് ഇടണോ വേണമെന്നോ അത് നിങ്ങളെ മാത്രം ചോയ്സാണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 സെറ്റാണ്. അതിൽ ഒരു ഡ്രസ്സ് റിട്ടേൺ വരുമ്പോൾ മാത്രമേ എനിക്ക് യൂസ് ആയിട്ടുള്ളൂ. പക്ഷേ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ 1 വീക്കോളം ഹോസ്പിറ്റലിൽ നിന്നിന്. നോർമൽ ഡെലിവറി ആയെങ്കിൽ ഞാൻ റിട്ടേൺ വരുമ്പോൾ 1 വീക്കായിന്. അപ്പം ഞാൻ കൊണ്ടതെല്ലാം മാക്സിമം എനിക്ക് യൂസ് ആയിന്. കുറച്ച് ഐറ്റംസേ യൂസ് ആവാത്തതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗും റെഡിയാക്കേണ്ടത്. അപ്പോൾ മാക്സിമം കൊണ്ടുപോയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീടും കൊണ്ടുപോയെങ്കിൽ മതി. അപ്പോൾ 1 വീക്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ബേബിക്ക് യെല്ലോ വന്ന്. അപ്പോൾ യെല്ലോ മാറാൻ വേണ്ടിയിട്ട് NICയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് ബേബീനെ ഫീഡ് ആയിക്കൊണ്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിട്ടേൺ വരുമ്പോൾ കറക്റ്റ് 1 വീക്കായിരുന്നു. പോയ അതേ നാളിൽ തന്നെ ഞാൻ റിട്ടേൺ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്നിട്ട് അത് നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളെല്ലാം അനുസരിച്ചിട്ടുണ്ടാവും. ഞാൻ ഓക്കെ ആകുമ്പോൾ ബേബി ഓക്കെ അല്ല, ബേബി ഓക്കെ ആകുമ്പോൾ ഞാൻ ഓക്കെ അല്ല. ആ ഒരു സിറ്റുവേഷനാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ കൊണ്ടുപോയ ക്ലോത്ത്സ് എല്ലാം എനിക്ക് നല്ല യൂസ്ഫുള്ളായിന്. പിന്നെ ഇങ്ങനെ മെയിനായിട്ട് എടുക്കേണ്ട ഒരു സാധനം വൈപ്സ്, വെറ്റ് വൈപ്സ് എടുത്തെങ്കിൽ നല്ലത്. അതും സ്മെല്ല് ഫ്രേഗ്രൻസ് ഒന്നും ഇല്ലാത്തത് എടുത്തെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം ഹെൽപ്ഫുൾ ആവുന്നിട്ട് പറയാൻ പറ്റില്ല. ഇതെല്ലാം നിങ്ങളുടെ ഹോസ്പിറ്റൽ അനുസരിച്ചിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്, ഇങ്ങനത്തെ സംഭവം വന്നെങ്കിൽ നമുക്ക് അത് പ്രൊവൈഡ് ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പ്രൊവൈഡ് ആക്കുന്നില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം. അത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അറിഞ്ഞിട്ട് നോക്കുക എന്തെല്ലാം കൊണ്ടുപോകണം എന്തെല്ലാം കൊണ്ടുപോകണ്ടെന്ന്. അപ്പോൾ ഞാൻ കൊണ്ടുപോയത് എനിക്കെല്ലാം യൂസ് ആയത് ഞാൻ 1 വീക്ക് നിന്നതുകൊണ്ടോ അല്ല ഞാൻ 3 ഡേയ്സിൽ തന്നെ ഡിസ്ചാർജ് ആയെങ്കിൽ ഇതെല്ലാം ഞാൻ യൂസ് ആക്കലായി റിട്ടേൺ അങ്ങനെ കൊണ്ടുവരട്ടെ. പിന്നെ നിങ്ങൾ മെയിനായിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ വെറ്റ് പൈപ്സ് എടുക്കുക ബേബിക്ക്. അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. മാക്സിമം 1 പാക്ക് എടുക്കുക, 1 or 2 പാക്ക് എടുക്കുക. അത് നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ചിട്ടുണ്ടാവും. ഞാൻ 1 പാക്ക് എടുത്തിട്ട് അത് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ പാർട്ട് 1 ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ഡേയ്സായി. പാർട്ട് 2 അപ്ലോഡ് ആക്കാൻ കുറേ ട്രൈ ആക്കുന്നു. ഓരോരോ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് ബിസി ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് ഓവർ ഇടാൻ അതിൻ്റെ ഒരു
എന്താ പീസ്ഫുള്ളായിട്ട് ഒരു അറ്റ്മോസ്ഫിയർ വേണം. പിന്നെ അതുമല്ലാത്ത ബേബീനെ ഹാൻഡിലാക്കുന്നവർക്ക് അറിയും അതിൻ്റെ സ്ട്രഗിളും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് 2 അപ്ലോഡ് ആക്കാൻ ഇത്ര ടൈം വേണ്ടി വന്നു. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴെല്ലാം കാണുന്നതിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല, എന്നാലും നമുക്ക് അപ്ലോഡ് ആക്കണമെന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ അപ്ലോഡ് ആക്കാം. പിന്നെ ഡെലിവറി വ്ളോഗ് ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെലിവറി എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ടായി എന്നോട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇൻഷാല്ലാ ഇടും എന്തായാലും. അപ്പോൾ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടായി. ഓപ്പറേഷൻ ആക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നോർമൽ ഡെലിവറി ആയത് അൽഹംദുലില്ലാ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തെങ്കിലും പറയാം. കുറേ ഹോസ്പിറ്റലിൽ വേണം, അവിടെ പോയിട്ട് എന്തെങ്കിലും റിട്ടേൺ വെക്കാൻ തന്നെ കൊണ്ടുപോകാൻ. അപ്പോൾ അത് ബേബിൻ്റെ ബാഗ് പാക്കാക്കി. ഇനിയിപ്പോൾ ഇത് ഓക്കുള്ളത് ഓളെ എൻ്റെ ബാഗാണ് അത് ഉമ്മ സെറ്റ് ഇത് ബേബിൻ്റെ ഉള്ള എക്സ്ട്രാ നല്ല വെച്ചിന് പേടിച്ചിട്ടെല്ലാം ഇത് കുറച്ചും വേറെ ബേബിൻ്റെ പ്രൊഡക്ട്സ് അപ്പം ഇതെല്ലാം എടുത്ത് വന്നിട്ട് യൂസ് ആക്കാം. പിന്നെ അവിടെ എന്നെ സ്റ്റേ ആക്കുന്നില്ല. ഇതാണ് എൻ്റെ ട്രാവൽ ബാഗ് സെറ്റ് ആക്കിന്. അപ്പം അതിലെന്തെല്ലാം ഉമ്മ വെച്ചിട്ടുണ്ടാ ഫസ്റ്റ് എൻ്റെ ഉമ്മ വെച്ചിരുന്നത് അത് ആവശ്യമില്ല. ഓൾറെഡി ആ കോംബോ സെറ്റിൽ ബേബിനെ റിസീവിന് ഇതാക്കാനുണ്ട്, അത് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട, അത് കാണിക്കാൻ. അപ്പോൾ ഒന്ന് മതി, രണ്ട് വേണ്ട. അതിനകത്ത് ഇത് ഹോസ്പിറ്റലിലെല്ലാം കെയർ ആക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ടുണ്ടാവും അല്ലേ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെല്ലാം കൊണ്ടുപോയിട്ടും നല്ലത് എടുക്കുക തന്നെ വന്നിട്ട് വന്നു. പിന്നെ ഫസ്റ്റ് ബേബിക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര തന്നെ അതിനാട് സൈഡിൽ. ഇനിയിപ്പോൾ എൻ്റെ ബാഗ് നോക്കാം. എൻ്റെ ബാഗിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് സെറ്റാക്കിയിട്ട് വെക്കുക. ഇതായെങ്കിൽ നോക്കണം. അപ്പോൾ അതിന് ഫസ്റ്റ് എൻ്റെ കുറച്ച് ഇന്നേഴ്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇഷ്ടമില്ല അത് കാണിക്കണ്ടേ, ചെല്ലുണ്ടാവുന്നത് ഇന്നേഴ്സ് ഞാൻ യൂസ് ആക്കുന്നത്. പിന്നെ ഒരു കോട്ടൻ്റെ ഷോള് അത് വെച്ചത്. അപ്പോൾ ഇവിടെ ക്യാമറ അടിക്കുന്ന അപ്പൂ. പിന്നെ ഇത് റീസെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം എടുത്തുകൊണ്ടുള്ളത്. ഇതെല്ലാം വെച്ചിന്. പിന്നെ ഒരു എന്താ ബാക്ക് ടവലാണ് വെച്ചത്. ഇത് രണ്ട് ബാക്ക് ടവൽ എടുക്കുവാനുണ്ട്. ഞാൻ എപ്പോൾ എടുക്കുന്ന ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അഗെയിൻ ഒരു കോട്ടൺ ഷോള് നൈറ്റിക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ഷോൾ വെച്ചു. മൂന്ന് കോട്ടൺ ഷോളാണ് നമ്മൾ വെച്ചത്. 3 കോട്ടൺ ഷോൾസ്. പിന്നെ കുറേ ഉണ്ടത് വലിയ ഇതെന്തുണ്ട് ട്രാവൽ ബാഗ്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് പാൻറ്റി പോലത്തെ ഡൈപ്പേഴ്സാണ് എടുത്തത്. പാഡ് എടുത്തില്ല, പാൻറ്റി പോലെ ഇടാൻ. കുറച്ച് ഹെവി ഫ്ലോ ഉണ്ടാവല്ലോ, അപ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും. എല്ലാം ഞങ്ങൾക്ക് പാഡെല്ലാം ഇട്ടെങ്കിൽ അലർജിയാണ്. ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനോട് തന്നെ പാൻറ്റി പോലത്തെ പാഡാണ്, ഡൈപ്പേഴ്സ് പോലത്തെ എടുത്തത്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് ചെറുപ്പെടുത്തത്. ഹോസ്പിറ്റലിൽ ഇടാം. അപ്പോൾ വലിയ ചൊടി വന്നത് പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് വെക്കണം. അത്ര ഇങ്ങനത്തെല്ലാം ടൂത്ത് ബ്രഷ്, ഇങ്ങനത്തെ ടോയ്ലറ്ററി. ഞാൻ പല്ലെപ്പോഴും കൊടുക്കും. ഞാൻ പല്ലെടുക്കാതെ മുണ്ടലില്ല, അതപ്പം നന്നായിട്ട് അറിയും. പിന്നെ ഈ നൈറ്റി ഒഴിവാക്കാൻ വിചാരിക്കും. ഇവിടെ വന്നിട്ടിടാം അല്ലേ, വേറെ അപ്പം ഇത് ഒഴിവാക്കുന്നതല്ലേ. പിന്നെ ഈ ഒരു നൈറ്റി, ഇതെല്ലാം നൈറ്റി കോട്ടൺ നൈറ്റി ഇതല്ല ഓപ്പൺ ആക്കി. അപ്പം എല്ലാം മടക്കിയിട്ട് വെച്ചതുമ്മ. അപ്പം ഞാൻ നിൽക്കുമ്പോൾ പിന്നെ അനക്കന്നെ പണിയാവും. പിന്നെ 2 വൈറ്റ് ക്ലോത്ത് എടുത്തിന്. അതവിടെ കേക്കും ചെയ്തപ്പോൾ 2 വൈറ്റ് ക്ലോത്ത്.
വീലൊക്കെ വെച്ചിരുന്നു ഞാനൊന്ന് ചൈലില്ല വൈറ്റ് ഫ്രോക്ക് പിന്നെ അതിനേക്ക് ബ്ലാക്ക് എടുക്കണം പുതിയ ഞാൻ ട്രിപ്പ് പോകുന്നു ഡേറ്റ് സമാധാനത്തിൽ അവിടെ ഇരുന്നോ അയല്ലേ ആയി കാണുമ്പോ ഭയങ്കര ഹെവനായി അടിക്കേണ്ടത് ക്യാമറ പിടിച്ചെന്ന് വന്നിട്ട് എടുക്കല്ല ആടെ ഇരുന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞില്ലാതെ എത്തി ഇപ്പൊ പ്രഗ്നന്റ് ആയത് ഞാൻ അങ്ങ് ഫുള്ള് കയ്യാത്തുള്ള എല്ലാം അപ്പന് നിന്റെതാ ഈ നെല്ല എടുക്കാത്തത് ഇതല്ലേ എന്ത് ഇത് സംസം തന്നെ കുറച്ച് വെച്ചു കുറച്ചെന്നെ ഇടാനുണ്ട് എനിക്ക് ബേബിക്ക് വേണ്ടി വെച്ചു അല്ല കുറച്ച് അധികം ഉണ്ടായി ഞങ്ങൾക്ക് ഞാൻ കയ്യാത്തപ്പോ ഫുള്ള് അതിന്റെ മേൽ വെച്ച് നമുക്ക് കുടിപ്പിച്ചിന് മേൽക്ക് വെച്ച് ഇതെന്തെങ്കിലും ഹോസ്പിറ്റലിൽ ഇതെപ്പോ എടുത്തത് അത് കഴിഞ്ഞിട്ടാ നമുക്കൊന്നാണ് ഇത് എന്റെ തന്നല്ലേ ഇല്ല എന്നെ വെക്കാണ്ട് ഇത് മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ എവിടെ വെച്ചിട്ട് പോകാം അപ്പൊ ഗവൺമെന്റ് എന്തോ കമ്പനിക്ക് പോയിന്ന് തോന്നുന്നു പണിക്ക് പോയി കാറിന്റെയാ അപ്പൊ എന്താ പോയി ഇതെന്നെ ടാബ്ലറ്റ് ഇതിനെ കുറിച്ചിട്ട് ശരിയാ തല ശരിയാ ഇതെന്നെ ടാബ്ലറ്റ് തലവേദന അപ്പൊ ഇത്ര എല്ലാം നിലവിൽ ഇത്ര എനിക്കില്ല സംഭവം എടുത്തല്ലേ പിന്നെ അത് ഓയിൽ എടുത്തത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഞാൻ സ്ഥലത്ത് എടുത്തത് ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇതെല്ലാം ഒന്നും കൂടി സെറ്റ് ആക്കിട്ട് വെക്കണം അതാണ് എന്റെ ടാസ്ക് അല്ലേ പിന്നെ ഇതെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുള്ള സെപ്പറേറ്റ് ഞാൻ വീഡിയോ ജസ്റ്റ് ഇടാം ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇപ്പൊ ഇത് കുറെ ലെങ്ത്തുമായി ഈ നാറ്റം വന്നിട്ട് എടുക്കുമായില്ല അതായത് എന്നെ എടുത്തിരുന്നോ നമ്മളെങ്കിലും നമ്മൾ വിചാരിച്ച് അല്ല ഒരു ഇതെടുത്തിന് സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്തിട്ട് എന്തെങ്കിലും ഇപ്പൊ ബൈ സ്റ്റാൻഡർ അല്ലെങ്കിൽ ഒന്നിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം പിന്നെ അവിടെ യൂസ് ആക്കാൻ പറ്റും അങ്ങനെ എന്താ അറിയാനല്ലേ അപ്പൊ യൂസ് ആൻഡ് ത്രോ ഗ്ലാസ് എടുത്തിട്ട് അപ്പൊ കുറച്ച് യൂസ് ആൻഡ് ത്രോ പാത്രം എടുത്തിന് പിന്നെ കുറച്ച് യൂസ് ആൻഡ് ത്രോ പ്ലേറ്റ് എടുത്തിന് ഒരു 5-6 എടുത്തിന് അത്രയെല്ലാം മതി പിന്നെ എല്ലാവരും വന്നിട്ടാണ് കൂടി ഇരുന്നിട്ട് കാര്യമില്ല പിന്നെ ഫ്ലാസ്ക് എടുത്തിന് ഇതാപ്പോ ഗൾഫിനാണ് നല്ല ഫ്ലാസ്ക് പിന്നെ ഈ ഒരു ബക്കറ്റ് നമ്മൾ എക്സ്ട്രാ വേണമെങ്കിൽ യൂസ് ആക്കണം അവിടെ ഒരു കോമൺ ബക്കറ്റാണ് ഉണ്ടാവും അപ്പൊ നമുക്കൊരു എക്സ്ട്രാ എടുത്തങ്ങ് നല്ലത് അങ്ങനെ എടുത്തു എനിക്കെന്നൊരു പാട്ടല്ലേ അതൊക്കെ നിങ്ങൾ ഇപ്പൊ ബക്കറ്റ് ചെല്ലിട്ട് പാട്ട പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഫുഡ് കിട്ടുന്ന ഫുഡ് കൊണ്ടുവരാൻ ഇരിക്കല്ലോ അപ്പൊ എന്റെ ഫുഡ് അപ്പൊ തിന്നിട്ട് അപ്പൊ കൊണ്ടുവന്നു ഞാൻ നേരെ ഫുഡാക്കി ഇങ്ങനെ നിന്റെ കിട്ടാൻ പാടുള്ളൂ അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കുക ജസ്റ്റ് വീഡിയോ ഞാനും കഴിയില്ല മറ്റേ കാണുമ്പോ കുട്ടിക്കും ഓടയും ബുദ്ധിമുട്ട് തരാതെ എന്റെ കുട്ടീനെ ഓക്കെ ഗൈസ് അപ്പൊ ഇത് സംഭവം ഞാൻ ഉദ്ദേശിച്ച വീഡിയോ ഇതല്ല ഓക്കെ ഇൻഷാല്ലാ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈ